ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ദൈനംദിനം സംസാരിക്കുന്നു. പ്രിയമുള്ളവരെല്ലാം അത് കേൾക്കുന്നു, ഉൾക്കൊള്ളുന്നു. അവനവൻ്റെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നു. ധാരാളം പ്രിയർ അത് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതെനിക്ക് വളരെ സന്തോഷം തരുന്നു. വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലുള്ള ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓരോ പ്രിയരുടെയും ഉള്ളിലേക്കും വീണ്ടും എത്തിക്കുവാനൊരു ആവേശം മനസ്സിനുണ്ടാകുന്നു, ഒരു സന്തോഷം, ഒരു ആത്മനിർവൃതിയോടുകൂടിയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടാൻ സഹായിക്കുന്നു. ഈ തുറന്നുള്ള അഭിപ്രായങ്ങളും ആരായലുകളും എല്ലാം. ധാരാളം കമൻറ്റുകൾക്ക് എനിക്ക് മറുപടി ഇടാൻ ബാക്കി കിടപ്പുണ്ട്. അത് ഞാൻ ക്രമേണ ഇടുന്നതായിരിക്കും. എങ്കിലും ചിലത് വായിച്ചപ്പോൾ ഏറെക്കുറെ എല്ലാം വായിക്കാറുണ്ട്. തിരിച്ച് മറുപടി ഇടാൻ അല്പം വൈകിയാലും ഞാൻ എപ്പോഴായാലും ഇട്ടിരിക്കും. എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. എവിടെയൊക്കെയോ ദൂരെ ഇരുന്നു കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് പരസ്പരം അടുത്ത് ആ മനസ്സിൻ ഒരു ഭക്തിയുടെ നിറവിൽ മനസ്സുകൾ തമ്മിലുള്ള ഒരു ഐക്യമുണ്ടാകുമ്പോഴാണ് അവിടെ ഭഗവാൻ നമുക്കിടയിൽ നൃത്തം ചെയ്യുന്നത്. ഭഗവാൻ ഗോപീജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നത് എങ്ങനെയായിരുന്നു? ആ ഗോപികമാർ, അതിൽ വാർദ്ധക്യമുള്ളവരുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ, സൗന്ദര്യമുള്ളവരുണ്ടോ, വിരൂപരുണ്ടോ, സ്ത്രീയുണ്ടോ, പുരുഷനുണ്ടോ, ഇത് വല്ലതും ഭഗവാന് വല്ല ബോധവുമുണ്ടോ? അതിനെ അങ്ങനെ വല്ല കാറ്റഗറിയും വെച്ചാണോ ഭഗവാൻ ഭക്തരെ സ്നേഹിക്കുന്നത്? അല്ല. എല്ലാവരുടെയും പരിശുദ്ധമായ മനസ്സിൽ വിടർന്നു വരുന്ന ആ സുന്ദരമായ പ്രേമമാണ് ഭഗവാൻ ആവശ്യം. ഭഗവാൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്നിടത്തിരുന്ന് തന്നെ ഭഗവാൻ അറിയാൻ കഴിയും ആരുടെയൊക്കെ മനസ്സിലാണ് ഞാൻ കുടികൊള്ളുന്നത്, ആരൊക്കെയാണ് ആ പവിത്രമായ മാധുര്യ പ്രേമം എന്നിലേക്ക് ചൊരിയുന്നത്. ആ മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം. അവിടെ ശരീരമോ സ്ഥാനമാനങ്ങളോ സമ്പത്തോ രൂപഭാവങ്ങളോ യുവത്വമോ വാർദ്ധക്യമോ ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല. അത് നമ്മുടെ കാഴ്ചയിലെ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ഒരു അനുഭവം മാത്രമാണ്. ആ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ഒരു സുഖമോ അനുഭവമോ അല്ലല്ലോ യഥാർത്ഥ ഭക്തഹൃദയങ്ങളെ നിലനിർത്തുന്നത്. നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നു, അത് കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു നിർവൃതി, അപ്പോൾ ആ പറയുന്ന വ്യക്തികളുമായിട്ടുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു താതാത്മ്യം, അത് കേൾക്കുന്നവരും പറയുന്നവരും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു ഇൻ്ററാക്ഷൻ, അത് മനസ്സുകൾ തമ്മിലുള്ള സംവേദനമാണ്. അതാണ് ഏറ്റവും പവിത്രമായ ബന്ധം. അല്ലാതെ കാഴ്ചയിലൂടെയോ മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെയോ ലഭിക്കുന്ന ബന്ധങ്ങളല്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഇപ്പോഴും ഓരോ വീഡിയോയ്ക്കും കമൻ്റ് ഇടുന്ന ഒരു പ്രിയ ഭക്ത എഴുതിയിരുന്നു, ജീവിതം പൂർണ്ണമാണോ, ജീവിതം ആണോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ജീവിതം പലപ്പോഴും യാന്ത്രികമല്ലേ എന്നുള്ള ചോദ്യവുമുണ്ട്. ഇത് രണ്ടും സത്യമാണ്. ജീവിതം പൂർണ്ണമാണോ? ആദ്യം ആ ചോദ്യത്തിന് തന്നെ ഉത്തരമെടുക്കാം. ഓരോ വ്യക്തിയുടെയും നിരന്തരം പ്രവർത്തിക്കുന്ന കർമ്മനിരതരായിരിക്കുന്ന ഓരോ വ്യക്തികളും, വലിയ വലിയ പ്രശസ്തരെ തന്നെ അതാത് മണ്ഡലങ്ങളിലുള്ളവരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവരാരെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഇത്രയും മതി, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രശസ്തി കിട്ടിയാൽ മതി, ഇത്രയും സമ്പത്ത് കിട്ടിയാൽ മതി, ഇത്രയും കർമ്മങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പൂർണ്ണ മനസ്സോടെ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയ ആരെങ്കിലും നമുക്കറിയാമോ? മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു, അദ്ദേഹം അത്യാസന്ന നിലയിൽ കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അടുത്തിരുന്ന് ഒരു ശിഷ്യൻ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ അനർഗളമായ ആശയങ്ങൾ ഇങ്ങനെ നൃത്തം ചെയ്യുകയാണ്. ഡോക്ടറോട് അദ്ദേഹം ചോദിക്കുന്നു, എനിക്ക് 1 മണിക്കൂർ കൂടി സമയം ജീവിതത്തിൽ ബാക്കി തരുമോ ഡോക്ടർ എന്ന്, ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം പൂർത്തീകരിക്കുവാൻ. അപ്പോൾ ഏത് മണ്ഡലങ്ങളിൽ ആയിക്കോട്ടെ, ഗൃഹസ്ഥാശ്രമികളായിക്കോട്ടെ, എവിടെയും പ്രശസ്തിയോ പേരോ ഇല്ലാതെ
നമ്മൾ ഗാർഹസ്ഥ്യം അനുഭവിക്കുന്നവരായിക്കോട്ടെ, ആർക്കെങ്കിലും ജീവിതം പൂർത്തീകരിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ കഴിയുമോ? ഒരു മഹർഷീശ്വരനായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ കർമ്മം പൂർത്തീകരിച്ചിട്ടായിരിക്കുമോ പൂർണ്ണമായ മോക്ഷപദത്തിലെത്തിയതിനു ശേഷമാണോ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്? അല്ല, ആയിരിക്കാൻ സാധ്യതയില്ല. എത്രയോ ജന്മങ്ങൾ എടുത്താലാണ് ഒരു പൂർണ്ണമായ ഒരു സർക്കിൾ ഒന്ന് പൂർത്തീകരിക്കുന്നത്. നമ്മൾ ഒരു വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ വന്ന് അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മുടെ ജീവിതമാകുന്ന ഈ ലൈഫ് സൈക്കിൾ, ജീവിതമാകുന്ന ആ പരിവൃത്തി, ആ വൃത്തത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു വൃത്തം ഒന്ന് പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗത്തിന് വേണ്ടിയാണ് ഓരോ ജന്മവും എടുത്തു വരുന്നത്. അതിനുശേഷം അതിൻ്റെ ബാക്കി പൂർത്തീകരണത്തിന്, ആ വൃത്തം പൂർത്തീകരിക്കാൻ ബാക്കി സ്പേസ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയാണ് പിന്നത്തെ ഒരു ജന്മം. അങ്ങനെ ഏതെല്ലാം ജന്മങ്ങൾ എടുത്തെടുത്താണ് ആ പരിവൃത്തി, ആ സർക്കിൾ ഒന്ന് പൂർത്തീകരിക്കുന്നത്. അത് പൂർത്തീകരിക്കണ എത്രയോ ജന്മങ്ങൾ, ഏതെല്ലാം തരത്തിൽ നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും അനുസരിച്ചുള്ള കർമ്മങ്ങൾ, മ്ലേച്ഛകർമ്മങ്ങളും നീചകർമ്മങ്ങളും ചെയ്യുന്നവരുണ്ട്, സത്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. സത്കർമ്മങ്ങളും മ്ലേച്ഛകർമ്മങ്ങളും നീചകർമ്മങ്ങളും ഇടകലർത്തി ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പലവിധ കർമ്മങ്ങൾ നമ്മുടെ ഗുണത്രയങ്ങൾ അനുസരിച്ച് ചെയ്ത് പലവിധ ജന്മങ്ങൾ കൈക്കൊണ്ടിട്ട് വേണം ഓരോരുത്തർക്കും അനുവദിച്ചിരിക്കുന്ന ആ സർക്കിൾ ഒന്ന് പൂർത്തീകരിക്കുവാൻ. ഓട്ടക്കാർക്ക് ഓരോ ട്രാക്ക് കൊടുത്തിരിക്കുന്നില്ലേ? ഈ ട്രാക്കിന് പകരം ഒരു സർക്കിളാണ്. നമുക്ക് ഓരോ ജീവിയുടെയും ഓരോ ജീവന്റെയും ഒരു പരിവൃത്തി എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. ആ സർക്കിൾ പൂർത്തീകരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അത് ഏതെല്ലാം രൂപത്തിൽ വന്ന് നാം അത് പൂർത്തീകരിച്ചിട്ട് പോകുന്നു. അത് പൂർത്തീകരിക്കുവാനുള്ള ഒരു ടാസ്ക്കാണ് ഓരോ ജന്മവും. ആ ടാസ്ക് നമ്മൾ പൂർത്തീകരിച്ചിട്ട് ഇവിടുന്ന് കടന്നു പോകുന്നു. അടുത്ത ബാക്കി പൂർത്തീകരിക്കുവാൻ വീണ്ടും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മൾ വരുന്ന അതിൻ്റെ ബാക്കിയാണ് പൂർത്തീകരിക്കുന്നത്. നമ്മൾ ഒരു അല്പഭാഗമോ കാൽഭാഗമോ പകുതി ഭാഗമോ ഒക്കെ ആക്കിയിട്ടിട്ട് പോയ നമ്മുടേതായ ഒരു സർക്കിൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിൻ്റെ ബാക്കി പൂർത്തീകരിക്കാനാണ് നമ്മൾ പിന്നെയും കടന്നു വരുന്നത്. അതെന്നാണോ പൂർത്തിയാകുന്നത് അപ്പോഴേ ഈ ലൈഫ് സൈക്കിളിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്നുള്ളൂ. അത് പൂർത്തീകരിക്കണമെങ്കിൽ അവസാനത്തെ ആ ജോയിന്റ് പൂർത്തീകരിച്ചൊരു സർക്കിൾ പൂർണ്ണമാകുന്ന ആ ഘട്ടത്തിൽ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ മുമുക്ഷുക്കളായി പിന്നീട് നമുക്ക് ആ പരിവൃത്തിയിലേക്ക് കടന്നു വരേണ്ടി വരത്തില്ല. നമ്മുടെ ആ ചക്രം പൂർത്തീകരിച്ചു, ജീവിത ചക്രം എന്നൊക്കെ പറയില്ലേ, അതാണിത്. അത് പൂർത്തീകരിച്ചിട്ടാണ് നമ്മൾ പിന്നീട് പോകുന്നത്. അല്ലാതെ ഈ ഒരു ജന്മം കൊണ്ടോ അടുത്ത ജന്മം കൊണ്ടോ അല്ലെ കഴിഞ്ഞു പോയ കുറേ ജന്മങ്ങൾ കൊണ്ടോ നമ്മൾ അതിൻ്റെ എത്രയെങ്കിലും ഒരു സ്പേസിൽ എത്തിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഏതെങ്കിലും കുറേ ഭാഗമേ വരച്ചു വെച്ചിട്ടുണ്ടാവുകയുള്ളൂ. അതിൻ്റെ ബാക്കി ഭാഗവും വരച്ച് പൂർത്തീകരിക്കണ്ടേ? അതിനാണ് ഓരോ ജന്മങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ജീവിതം പൂർണ്ണമല്ല. പിന്നെ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. അന്നന്ന് വരുന്ന കർമ്മങ്ങൾ പൂർത്തീകരിക്കുക. പിന്നെ മറ്റൊരു ചോദ്യം, ജീവിതം പലപ്പോഴും യാന്ത്രികമാവുകയല്ലേ എന്ന് ചോദിച്ചു. അതെ, മിക്കപ്പോഴും ജീവിതം യാന്ത്രികമായി പോകുന്നു. ഈ യാന്ത്രികമാകുന്നത് എന്തുകൊണ്ടാണ്? ജീവിതം ഒരു മെക്കാനിക്കലാകുന്നത് എന്തുകൊണ്ടാകാം? ഈ ചോദിച്ച ആളിനെ ഞാൻ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ഞാൻ അടുത്ത് വിളിച്ചിട്ട് സ്നേഹത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞേനെ, ലൈഫ് ഈസ് നോട്ട് എ മെക്കാനിക്കൽ, ഇറ്റ്സ് എ റിയൽ നാച്ചുറൽ ബ്യൂട്ടി. ശരിക്കും നാച്ചുറൽ ബ്യൂട്ടിയുള്ള, ശരിക്കും റിയാലിറ്റി ഉള്ളതാണ് ലൈഫ്. ഒരു യാന്ത്രികമായി ജീവിതം പോകുമ്പോൾ നമ്മുടെ ജീവിതം മുരടിച്ചു പോകും. നമുക്കൊന്നിനോടും ഒരു പ്രിയം തോന്നുകയില്ല. എന്തുകൊണ്ടാണ് ലൈഫ് ഒരു മെക്കാനിക്കലായി പോകുന്നതെന്നറിയാമോ? നമ്മുടെ ഈ മെക്കാനിസം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഹെഡിലാണ്, നമ്മുടെ തലയിലാണ്, നമ്മുടെ ചിന്തകളിലാണ്. നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിന് ഒരു മെഷീനാണ് നമ്മുടെ ചിന്ത.
ഈ ചിന്തയിലൂടെ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ നമ്മുടെ കൈകളിലൂടെ പ്രവർത്തിച്ച് അപ്പോൾ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് ആ ചിന്തകളും പ്രവൃത്തികളും മാത്രം വരുമ്പോഴാണ് അത് യാന്ത്രികമാകുന്നത്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നു. അതിനകത്തിൽ സ്നേഹത്തിൻ്റെ സ്പർശം വരുമ്പോഴാണ് ജീവിതത്തിന് ഒരു ഒറിജിനാലിറ്റി ഉണ്ടാകുന്ന, ഒരു നാച്ചുറാലിറ്റി ഉണ്ടാകുന്നത്. അത് നഷ്ടപ്പെടുകയാണ് നമ്മുടെ ഒരു 95% ആൾക്കാരുടെ കയ്യിൽ നിന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊരവസ്ഥയിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. നമുക്ക് ആ ജീവിതത്തിൻ്റെ ആ ഭംഗി അല്ലെങ്കിൽ ആ ഒറിജിനാലിറ്റി ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? നമ്മളൊരു മെഷീൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസവും ചിട്ടപ്പെടുത്തുന്ന ബ്രെയിൻ വർക്ക് ചെയ്യുന്ന, അതിനനുസരിച്ച് കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഹൃദയത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, സ്നേഹത്തിൻ്റെ സ്പർശം കടന്നു വരുന്നില്ല. സ്നേഹത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വളരെ സ്നേഹത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, വളരെ പ്രേമത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനോട് സ്നേഹം വർദ്ധിക്കുമ്പോൾ, നമ്മൾ കുടുംബത്തിലെ കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ കുടുംബത്തിലെ ഓരോ വ്യക്തികളോടും നമ്മൾ കാണിക്കുന്ന ആ സ്നേഹം, അവരോടുള്ള കടപ്പാടും സ്നേഹവും ഹൃദയം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ബ്യൂട്ടിഫുൾ ആവും. നമുക്കത് ആസ്വദിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട, ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിട്ട് തന്നെ ആ ദിവസം പൂർത്തീകരിക്കാൻ കഴിയും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം കാണും, ഏറ്റവും ഇഷ്ടമുള്ളത്. അത് ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ അത് നിത്യേന ചെയ്യാൻ കഴിയുവാണെങ്കിൽ മഹാഭാഗ്യം, എന്നും സന്തോഷമായിട്ടിരിക്കാം. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ദിവസം അല്ലെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ സാധിച്ചാൽ അപ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ആ ഒരു ആനന്ദം വരുമ്പോഴാണ് നമ്മൾ ജീവിക്കുകയാണ് എന്ന് തോന്നുന്നത്. അപ്പോൾ ജീവിതം യാന്ത്രികമല്ല, വളരെ നാച്ചുറലാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ് ലൈഫ്. അതങ്ങനെ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. എനിക്ക് ആത്മസംതൃപ്തി ഈശ്വരീയമായ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് കിട്ടുന്നത്, ഞാൻ ഒരു കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള ഒരു വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്. ഒരു വലിയ ഒരു സ്റ്റേജിൽ ഒരു നാടകമോ അല്ലെ വേറെ ഏതെങ്കിലും ഒരു സാഹിത്യ സൃഷ്ടിയോ ഒക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന് കിട്ടുന്ന ഒരു പരമാനന്ദ ലഹരിയുണ്ട്. അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷം. അത് എന്തുവാണെന്ന് അത്ര നമ്മളങ്ങ് ഒരു ആനന്ദത്തിൻ്റെ ഒരു മൂർച്ഛിക്കുന്ന ഏറ്റവും പരമാനന്ദം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു സൃഷ്ടി എഴുതുവാനൊക്കെ ഉള്ള അതൊരു പേപ്പറിലേക്ക് പകർത്തി കഴിയുമ്പോൾ, ഡയറിയിലേക്ക് എഴുതിയിട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതിയുണ്ട്. ഒരു അപാരമായിട്ടുള്ളൊരു സന്തോഷമാണ്. അത് എന്നെ സംബന്ധിച്ചുള്ളതാണ്. പക്ഷേ ഇതുപോലെ എത്രയോ വേറെ ഓരോ കഴിവ് എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും. അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് തന്നെ ശ്രദ്ധ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദത്തിലൂടെ നമ്മളിങ്ങനെ ഒരു ദിവസമെങ്കിലും കടന്നുപോയാൽ നമുക്ക് മനസ്സിലാകും, ഇത് എത്ര നല്ലതാണ്, ജീവിതം എത്ര സന്തോഷമാണ്, ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ അത് നമുക്കതിന് സ്വയം അവിടെ കഴിയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഈശ്വരനെ കൂടെ കൂട്ടുപിടിക്കും. ഭഗവാനിൻ്റെ കൂടെ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയായി മാറണേ ഭഗവാനെ, മറ്റുള്ള ദിവസങ്ങളെക്കാൾ വളരെ ഹാപ്പിയസ്റ്റ് ആവണേ ഇന്നത്തെ ദിവസം എന്ന് ഓരോ ദിവസവും ഒന്ന് പറഞ്ഞു നോക്കൂ ഭഗവാനോട്. പറഞ്ഞിട്ട് നാം ഓരോ ദിവസവും കർമ്മങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ആ ദിവസത്തെ കർമ്മങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്യും. നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നതൊന്നും ഉണ്ടാവുകയില്ല. പകരം സന്തോഷം കിട്ടുന്ന ചില ഏരിയകൾ നമ്മുടെ ജീവിതത്തിൽ ആ ദിവസം കടന്നു വരും. അല്ലെങ്കിൽ ജീവിതം യാന്ത്രികമായി പോകും. യാന്ത്രിക ജീവിതം, മെക്കാനിക്കൽ ലൈഫ് എന്ന് വെച്ചാൽ നമുക്ക് ബോറായി പോകും. നമുക്ക് എങ്ങനെ അങ്ങ് ജീവിക്കുന്നു എന്നേ തോന്നുകയുള്ളൂ. അങ്ങനെ അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരവിച്ചു പോകും. നമ്മൾക്ക് ഒന്നും നിത്യേനയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ജീവിതത്തിന് ഒരു ഹാപ്പിനെസ് കിട്ടില്ല.
ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മൾ ഹൃദയം കൊണ്ട് ഓരോ കർമ്മങ്ങളും ചെയ്യണം. എല്ലാറ്റിലും സ്നേഹം കാണണം, സ്നേഹം കൊടുക്കണം, സ്നേഹസ്പർശത്തോടുകൂടി ജീവിതത്തെ വിലയിരുത്തണം. അപ്പോൾ നമ്മുടെ ജീവിതം വളരെ ഹാപ്പിയായിട്ട് മാറും. സന്തോഷം കിട്ടുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന വ്യക്തികളും കർമ്മങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു സത്സംഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിന് വളരെ കൂടുതൽ സംസാരിക്കാനും കൂടുതൽ സന്തോഷിക്കാനും ഒക്കെ കിട്ടുന്നത് ഈശ്വരന് ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു ആഹ്ലാദമുണ്ട്. ആ ആഹ്ലാദം അത് അതേപോലെ ആഹ്ലാദമുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ മനസ്സറിയാതെ നമ്മൾ ഒരേ ലയത്തിൽ ഇങ്ങനെ പോകും. അതൊരു വലിയൊരു ആനന്ദമാണ്. അങ്ങനെ നിത്യേനയുള്ള ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ് എന്തെങ്കിലും ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയിലൂടെ കിട്ടുന്ന സന്തോഷമെന്ന്, അത് നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടുകയുള്ളൂ. സ്ഥായിയായ സന്തോഷം എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് ആ ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും ഭഗവാനോട് ഒത്തിരിക്കുകയും ഭഗവാന്റെ നാമമൊക്കെ ജപിക്കുകയും ഭഗവാനെ തന്നെ നോക്കി കുറേ നേരം മനസ്സിൽ ധ്യാനിച്ച് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നതായിട്ട് നിമഗ്നനായി ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിലിങ്ങനെ ആ വേണുഗാനമോദി ഇങ്ങനെ നൃത്തം ചെയ്യും ഭഗവാൻ ഹൃദയത്തിൽ. അതുപോലെ നമ്മൾ അത്രയ്ക്കും നമ്മൾ ഭക്തിയോടുകൂടി ഭഗവാനെ ഇങ്ങനെ ഉള്ളിലേക്ക് ആവഹിച്ച് ശാന്തമായിട്ട് എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് ഇരുന്ന് നോക്കിയാൽ നമുക്ക് വളരെ 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 ലളിതമായി നമ്മുടെ ജീവിതവും ഹൃദയവും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ പുറത്തേക്കൊന്ന് നോക്കിക്കേ, നമുക്ക് എല്ലാറ്റിനെയും സ്നേഹിക്കാൻ കഴിയും. എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കണ്ട് എല്ലാറ്റിനെയും ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാനുള്ള ഒരു വിശാലമായ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും. ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് ആവഹിച്ച് ഒരു 10 മിനിറ്റ് നാമം പുറമേ ജപിക്കണ്ട, ധ്യാന നിമഗ്നരായിട്ടിരിക്കണം. അങ്ങനെ 10 മിനിറ്റ് തുടങ്ങി അങ്ങനെ ഭഗവാനും നമ്മൾ മാത്രമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം വളരെ ശുഭകരമായിരിക്കും, വളരെ ശാന്തമായിരിക്കും. നമ്മുടെ മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ, അവിടെ സമാധാനം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സമാധാനമായിരിക്കും. നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മഹാസമാധാനത്തിൻ്റെ ഒരു മഹാ ഒഴുക്കായിരിക്കും വരുന്നത്. നമ്മുടെ ഉള്ളിലാണ് ആദ്യം സമാധാനം ഉണ്ടാകേണ്ടത്. നാം പ്രവർത്തിക്കുന്നവരുമായിട്ടും ഇടപെടുന്നവരും നമ്മുടെ ചിന്തകളിൽ കടന്നു വരുന്ന വ്യക്തികളിലും എങ്ങുമല്ല സമാധാനമിരിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ശാന്തമായിട്ട് നമ്മൾ ഭഗവാനോട് സംസാരിക്കണ്ട, ഭഗവാൻ എന്നെ ഓർത്തുകൊണ്ട് ധ്യാന നിമഗ്നരായിട്ടിരുന്ന ഭഗവാൻ നമ്മളോട് സംസാരിക്കും. ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മോട് ഭഗവാൻ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സംസാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ശാന്തമാണ്. എവിടെയും നമ്മൾ സ്നേഹമേ കാണുകയുള്ളൂ. കാരണം നമ്മളെ എല്ലാവരും അന്നേരം ഓടി വന്ന് സ്നേഹിക്കുമെന്നല്ല, നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ തയ്യാറായി നമ്മളെല്ലാവരുടെയും തെറ്റുകൾ പുറത്ത് എല്ലാവരോടും തിന്മകളെല്ലാം നമ്മൾ മറന്ന് എല്ലാറ്റിലും നന്മ കണ്ടുകൊണ്ട് നമ്മുടെ ഒരു മനസ്സ് അങ്ങനെ വിശാലമാവും. ആ ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ധ്യാനത്തിൽ തന്നെ ഒരു 10-15 മിനിറ്റ് ദിവസവും ഒന്നിരുന്ന് നോക്കൂ. ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ആ ഭഗവാന്റെ കോമള രൂപം നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാനോട് ശാന്തമായി കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു അപാരമായ ശാന്തത അനുഭവപ്പെടും. നമ്മുടെ ഹൃദയത്തിലാണ് ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം കുടികൊള്ളുന്നത്. നമ്മളിൽ തന്നെയാണ് സർവജ്ഞാനവും ഉള്ളത്. ഇതെല്ലാം ഇങ്ങനെ ഉള്ളിൽ തന്നെ സൂക്ഷ്മ രൂപത്തിൽ കിടപ്പുണ്ട്. നമ്മൾ കണ്ണടച്ച് ധ്യാന നിമഗ്നരായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപാരമായ ഒരു ശാന്തതയുണ്ട്. അത് ഈ പ്രപഞ്ചത്തോളം വലിപ്പമുള്ള ഒരു ശാന്തതയാണ്. ആ ശാന്തതയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ജീവൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ ഭാവം. ആ ഭാവത്തിലേക്ക്, നിശബ്ദതയിലേക്ക് നമ്മൾ കടന്നു വന്നാൽ
ആ യഥാർത്ഥ ഭാവത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമുക്ക് കിട്ടുന്ന ആ അപാരമായ ആ സമാധാനം, ആ സമാധാനത്തെ പിന്തുടർന്ന് നമുക്ക് എല്ലാം കാണുന്നതും കേൾക്കുന്നതിലും എല്ലാറ്റിലും സമാധാനത്തോടു കൂടി ഇടപെടാൻ കഴിയും. നമ്മളെപ്പോഴും ഇങ്ങനെ റേസ് ചെയ്ത് നമ്മളിങ്ങനെ വളരെ ഇങ്ങനെ നെഗറ്റീവ് ഫോഴ്സായിട്ട് നമ്മുടെ ഉള്ളിരിക്കുന്നത് നമ്മൾ ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നിറച്ചു വയ്ക്കാത്തത് കൊണ്ടാണ്. ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഈ നെഗറ്റീവ് ഫോഴ്സസ് ഒന്നും നമ്മളെ അറ്റാക്ക് ചെയ്യില്ല, നമുക്കതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മളെല്ലാം വളരെ കാം ആൻഡ് ക്വയറ്റ് ആവും. ഒന്നിനോടും നമുക്ക് ദേഷ്യമില്ല. ഒന്നിനോടും നമ്മളോട് പ്രതികാരം ചെയ്തവരോടും നമ്മളോട് മോശം പറഞ്ഞവരോടും എതിർത്ത് പറയുന്നവരോടും നമ്മളെ പരാജയപ്പെടുത്തിയവരോടും നമ്മളിൽ ഇല്ലാത്ത തെറ്റ് കണ്ടുപിടിച്ചവരോടും ഒന്നും ആരോടും ഒരു പ്രതികാര ചിന്തയും ഒരു വിദ്വേഷവും ഒരു എതിർവാക്കുപോലും നമ്മൾ പറയില്ല. നമ്മളോട് നമ്മളെ കേൾക്കപ്പോലും ആരെങ്കിലും നമ്മളോട് മോശം പറഞ്ഞാൽ പോലും അവരോട് തിരിച്ചു മറുപടി പറയാൻ പോലും നമ്മുടെ നാവ് പൊങ്ങില്ല. കാരണം അവരും അവരുടെ ഗുണമാണ് കാണിക്കുന്നത് എന്നുള്ള ആ ഒരു യഥാർത്ഥ തത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ മനുഷ്യരും അവനവനിൽ അന്തർലീനമായിരിക്കുന്ന ത്രിഗുണങ്ങളിലൂടെയാണ് സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനെ ചൊല്ലി നാം ഒരിക്കലും വിഷമിക്കുകയില്ല. നമ്മുടെ ഹൃദയം അത്ര വിശാലമാകും. ആ വിശാലമായ ഹൃദയം ലഭിക്കണമെങ്കിൽ പ്രപഞ്ചത്തോളം വളർന്നു നിൽക്കുന്ന പ്രപഞ്ചമായി മാറിയ ഈ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തുക തന്നെ വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ യാന്ത്രികത മാറും. സർവ്വചരാചരങ്ങളെയും മാധുര്യ പ്രേമത്തോടുകൂടി ഹൃദയത്തിലേക്ക് ആവഹിക്കുവാനുള്ള ഒരു മഹാസ്നേഹത്തിൻ്റെ സാഗരം നമ്മുടെ ഹൃദയത്തിലിങ്ങനെ അലയടിക്കും. സർവ്വ തെറ്റുകളും കുറ്റങ്ങളും സർവ്വ നെഗറ്റീവുകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു പോകും. വളരെ ശാന്തമായ ജീവിതം നയിക്കാൻ ഓരോ വ്യക്തിയെയും ഭഗവാൻ അനുഗ്രഹിക്കും. അതിനുവേണ്ടി എല്ലാവരുടെയും ഹൃദയം ഭഗവാന് വേണ്ടി തുറന്നു കൊടുക്കുക. ഭഗവാൻ അല്ലാതെ ആർക്കും നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കാൻ കഴിയില്ല. നമ്മൾ മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന തിക്തമായ, വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന, ധാരാളം ചോരയൊലിപ്പിക്കുന്ന ചിന്തകളോടെ, പ്രവൃത്തികളോടെ മുറിവേറ്റ് നമ്മൾ കരയുമ്പോൾ ആരെയാണ് നമ്മൾ വിളിക്കുന്നത്? നമ്മളെ മുറിപ്പെടുത്തിയവരെ വീണ്ടും മുറിവ് ശരിയാക്കാൻ, മുറിവ് കരിക്കാൻ നാം വിളിക്കുമോ? ഇല്ല. നാം ഭഗവാനെയാണ് അപ്പോഴും വിളിക്കുന്നത്. എൻ്റെ ഭഗവാനെ, ഇവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ കൃഷ്ണ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് നാം അപ്പോഴും ഭഗവാൻ നിസ്സംഗനായി, നിർമ്മമനായി നാം ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ടു നിൽക്കുന്ന ഒരു പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ഭഗവാനെയാണ് നമ്മൾ വിളിക്കുന്നത്. മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന മുറിവും വേദനയും നീറ്റലും എല്ലാം കാരണം. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ കൈനീട്ടി നിൽക്കുകയാണ്. സ്നേഹസ്വരൂപനായ ഭഗവാൻ, നീ എൻ്റെ സ്നേഹം സ്വീകരിക്കൂ. നീ എന്തിനാണിങ്ങനെ സഹജീവികളിൽ നിന്ന് മുറിവേറ്റു വന്ന് ഇങ്ങനെ ചോരയൊലിപ്പിച്ച് നിന്റെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മുഷിപ്പിച്ച് കളയുന്ന എന്തിനാണ്? നീ എന്നിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കൂ. എന്നിട്ട് നീ എല്ലാവരെയും സ്നേഹിക്കൂ. എല്ലാവരോടും നീ സന്തോഷമായി ഇടപെടൂ. അപ്പോൾ നിന്റെ ഹൃദയത്തിൽ ആരും ഒരു നീറ്റലുണ്ടാക്കുകയില്ല. എല്ലാവരിൽ നിന്നും സ്നേഹം മാത്രമേ നിനക്ക് ലഭിക്കൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ പറയുന്ന ഭഗവാന്റെ സ്നേഹവചനങ്ങളൊന്നും കേൾക്കാതെ നമ്മൾ കേവലം കാണുന്ന ഒരു ബന്ധങ്ങളിലേക്ക്, ആ ഭൗതിക സാഗരത്തിലേക്ക് എടുത്ത് ചാടി, ആ ചാട്ടത്തിൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്ന മുറിവുകളും നീറ്റലുകളും വേദനകളും അപകടങ്ങളും എല്ലാം കൊണ്ട് വീണ്ടും ആ ജലാശയത്തിൽ കിടന്ന് കരഞ്ഞ് കൈകാലിട്ടടിച്ച് എന്നെ ഒന്ന് രക്ഷിക്കൂ ഭഗവാനെ, ഞാൻ എൻ്റെ അബദ്ധം കൊണ്ട്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ട് ഞാൻ എടുത്ത് ചാടിപ്പോയി. ഇതിൻ്റെ ആഴം ഇത്ര വലുതായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത്രയൊക്കെ അപകടം ഇവിടെ പതിയിരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത്രയൊക്കെ എൻ്റെ മനസ്സിനെ ഇത്ര മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങൾ ഇതിലുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഭഗവാനെ, എന്നെ രക്ഷിക്കണേ, എനിക്കിതിൽ നിന്നൊരു മോചനം തരണേ, എൻ്റെ മനസ്സിനെ ശാന്തമാക്കണേ, ഈ വരിഞ്ഞു കിട്ടുന്ന ചിന്തകളും എല്ലാം മുറിച്ച് കളയണേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ കടന്ന് കരയും. അപ്പോൾ
ഇങ്ങനെ കരയുന്നതിന് മുമ്പ് തന്നെ നാം ആരോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കണം? ഭഗവാനോട് തന്നെ ബന്ധം സ്ഥാപിച്ചിട്ട് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളുടെ പിന്നാലെ പോയിക്കോളൂ. നമുക്കൊരു മുറിവും ഉണ്ടാവുകയില്ല, നമ്മളെ ആരും തിരസ്കരിക്കുകയില്ല. നമ്മുടെ സ്നേഹവും നമ്മുടെ ജീവിതമൊക്കെ സത്യമായിട്ട് തന്നെ ഒരു മൂല്യമുള്ളതായിട്ട് നാമുമായിട്ട് അടുക്കുന്ന ഓരോ വ്യക്തിക്കും തോന്നും, അനുഭവപ്പെടും. എല്ലാവരും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ആരും നമ്മെ തിരസ്കരിക്കുകയില്ല, ഒരു മനുഷ്യരും. കാരണം നമ്മുടെ ഉള്ളിൽ അപാരമായ ഭഗവാന്റെ ശക്തി കുടികൊള്ളുന്നു. ആ ശക്തി ആദ്യം സ്വീകരിക്കൂ, എന്നിട്ട് ഇറങ്ങിത്തിരിക്കൂ. ആ ശക്തിയില്ലാതെ നാം വെറും വ്യക്തികളായി ഓരോരുത്തരെയും അഭിമുഖീകരിക്കുന്നു, ഓരോ പ്രശ്നത്തെയും ചെന്ന് ഫേസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ പരിക്കുകളെല്ലാം ഉണ്ടായിട്ട് വീണ്ടും ഭഗവത് സന്നിധിയിൽ പോയി കരയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനെ ആവഹിക്കുവാനുള്ള, ആ ഭഗവാന്റെ പരമമായ സ്നേഹത്തിൻ്റെ സാഗരം അലയടിക്കുവാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകട്ടെ, അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.